ഹായ്, വെൽക്കം വരും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ ഞാനൊരു സന്തോഷ വാർത്ത പറയാം. ആരും പേടിക്കേണ്ട, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് തന്നെ ഞാനൊരു സന്തോഷ വാർത്ത എന്താ പറയാന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിൽ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ 500 അടുത്ത് സബ്സ്ക്രൈബേഴ്സായി. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങളുടെ ലൈക്കുകൾ, കമൻറ്റുകൾ, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, സബ് കൂടുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ കൊണ്ടാണ് വരുന്നത്. ആ ഒരു പ്രതീക്ഷ ഞാൻ തെറ്റിക്കത്തില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വീഡിയോസും ട്രേഡിങ്ങുമായിട്ടോ സൈക്കോളജിയുമായിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇനിയും ഒരുപാട് നല്ല വീഡിയോസായിട്ട് വരുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു. അപ്പോൾ ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതെല്ലാം ബാക്കിയെല്ലാം പോട്ടെ, നമുക്ക് വേണ്ടത് എന്താ? പഠിക്കുക. അപ്പം ടോപ്പിക്കിലോട്ട് വരുമ്പോഴത്തേക്ക്, നമ്മൾ ട്രേഡിങ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ഡെമോ ട്രേഡിങ് അല്ലെങ്കിൽ പേപ്പർ ട്രേഡിങ്. പക്ഷെ നമ്മൾ 50 വീഡിയോസ്, 50 മുകളിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 50 മുകളിൽ വീഡിയോസ് ചെയ്തിട്ടും നമ്മൾ ഇതുവരെ ഡെമോ ട്രേഡിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ പേപ്പർ ട്രേഡിംഗ് എന്നുള്ള വാക്കോ നമ്മളൊന്നും മിണ്ടിയിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഡെമോ ട്രേഡ് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. പക്ഷെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് പോസിറ്റീവ് സൈഡ് പറയാം, ഒറ്റ നെഗറ്റീവ് സൈഡ് ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. ഒന്ന്, നമ്മൾ റിയൽ മണി ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. 2, നമ്മുടെ സ്ട്രാറ്റജീസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 3, നമ്മൾ പഠിച്ച പ്രൈസ് ആക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഒറ്റ കാര്യം ഞാൻ പറയാം, റിയൽ ടൈം പോലത്തെ സമയം ആയതുകൊണ്ട് നമ്മുടെ റിയൽ മണി അല്ല. അതുകൊണ്ട് എന്ത് പറ്റും? നമ്മുടെ റിയൽ മണി അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് വർക്ക് ആകത്തില്ല. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾ ഒരുപാട് നല്ല ട്രേഡർമാരുടെ വീഡിയോ കണ്ടിട്ട് അവർ റിസ്ക് റിവാർഡ്, സ്റ്റോപ്പ് ലോസ്, അങ്ങനത്തെ എല്ലാ കാര്യം പറയും. പക്ഷെ അതേപോലെ തന്നെ എല്ലാ നല്ല ചാനലിലും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ കണ്ടു നോക്കുക. നല്ല ചാനൽസൊക്കെ കണ്ടു നോക്കുക. അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെന്നറിയാമോ? സൈക്കോളജി അല്ലെങ്കിൽ ഇമോഷൻസ് എന്നുള്ള കാര്യത്തെ പറ്റി ഇവർ മെയിനായിട്ട് പറഞ്ഞിരിക്കും. അങ്ങനെ പറയാതെ ട്രേഡിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെ പോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സൈക്കോളജി. അത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നിങ്ങൾ പല ചാനൽസും ചെക്ക് ചെയ്ത് നോക്കി, ഈ ഒരു സാധനം കോമൺ ആയിട്ട് കാണും നല്ല ചാനൽസ്. നമ്മുടെ ചാനലിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സൈക്കോളജിയെ പറ്റി, എങ്ങനെ നമുക്ക് ഇമോഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം, ഇമോഷൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെ കറക്റ്റ് ആക്കുക എന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് പറയാൻ കിടക്കുന്നു. മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉദാഹരണം പറയാം. പുള്ളിക്കാരൻ നമ്മൾ ഈ ഒരു ഡെമോ ട്രേഡ് ചെയ്ത് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് കുറേ പൈസയും കൊണ്ട് റിയൽ ട്രേഡിലോട്ട് വന്നു. റിയൽ ട്രേഡിലോട്ട് വന്നപ്പോൾ പ്രശ്നം എന്ത് പറ്റി? അതിനകത്ത് കുറേ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിപ്പോയി. കാര്യം എന്തുകൊണ്ടാണ്? ഒരു പതർച്ച, ഇമോഷൻസ് വന്നു. കാര്യം എന്തുകൊണ്ടാണ്? റിയൽ മണി യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതായത് ഓരോ ക്യാൻഡിലും പൈസ കൂടുന്നു, പൈസ കുറയുന്നു. പുതിയതായിട്ട് വന്ന ഒരാൾ ഇമോഷൻസ് ബാധിച്ചു. അപ്പോൾ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് അടിക്കുന്നു, സ്റ്റോപ്പ് ലോസ് പിന്നെയും താത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരാൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇതിനകത്തും പാലിക്കാൻ തുടങ്ങി. അപ്പം അത് കോൺഫിഡൻസ് ആണോ അതോ ഓവർ കോൺഫിഡൻസ് ആണോ? ഓവർ കോൺഫിഡൻസ്. നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു, തെറ്റ് വരുന്നു, ബിൽഡ് ചെയ്യുന്നു. നമ്മൾ പിന്നെയും നമ്മുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ തിരുന്നു. അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. ഡെമോ ട്രേഡ് 100 എണ്ണം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തോട്ട് വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഡെമോ ട്രേഡ് 100 എണ്ണം ചെയ്തെന്ന് പറഞ്ഞാലും ഡെമോ ട്രേഡ് ചെയ്യാൻ തെറ്റൊന്നുമല്ല. അതായും തന്നെ പറയട്ടെ. നിങ്ങളുടെ സ്ട്രാറ്റജീസ് നോക്കാനും ജസ്റ്റ് ഒന്ന് പ്രൈസ് ആക്ഷനൊക്കെ ചെക്ക് ചെയ്തൊക്കെ ഡെമോ ട്രേഡ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അതിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് റിയൽ ട്രേഡിലോട്ട് വരല്ലേ, അതൊരു പ്രശ്നമാകും. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ റിയൽ മണി വരുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽ ഇമോഷൻസ് അവിടെ വർക്ക് ആകത്തുള്ളൂ. റിയൽ മണി വരുമ്പോഴത്തേക്ക് മാത്രമേ വർക്ക് ആകത്തുള്ളൂ. റിയലായിട്ടുള്ള ടൈം, റിയലായിട്ടുള്ള മാർക്കറ്റിൻ്റെ അകത്ത് ഇറങ്ങി കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പിന്നെ ഓവർ കോൺഫിഡൻസ് ആയിപ്പോൾ നമ്മൾ മറ്റേ ഡെമോ ട്രേഡ് മാത്രം ചെയ്തൊരു 10 എണ്ണം 100 എണ്ണം ചെയ്തോ, പക്ഷേ ഇതിനകത്ത് വന്നിട്ട് ഒരു ലോസ് കാണുമ്പോഴത്തേക്ക് തന്നെ സീനാവും. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ ഒറിജിനലായിട്ടുള്ള പൈസയാണ് പോകുന്നത്. മറ്റേതിനകത്ത് ലോസ് വന്നാലും കുഴപ്പമില്ല, കാരണം ഇച്ചിരി മൈനസ് ഒന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാവും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ എനിക്ക്. നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെമോ ട്രേഡ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, ഒരു 1-2 വട്ടമൊക്കെ സ്ട്രാറ്റജി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ റിയൽ ട്രേഡിൽ ചെറിയ രീതിയിൽ ചെറിയൊരു എമൗണ്ട്, നഷ്ടപ്പെടുത്താവുന്ന ഒരു എമൗണ്ട് കൊണ്ട് കൃത്യം സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ്, കൃത്യം വ്യൂസ് എല്ലാം പാലിച്ച് കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്യുക. ഡെമോ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യം റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മുടെ റിയൽ ട്രേഡിലോട്ട് വരുമ്പോഴത്തേക്ക് പറ്റത്തില്ല. പറ്റിയേക്കാം, പക്ഷെ അത് എല്ലാവരെയും കൊണ്ട് അത് പറ്റത്തില്ല. കാര്യം അതിനകത്ത് നമ്മുടെ ഇമോഷൻസ് വർക്കാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് റൂൾസ് എന്ത് വേണം നമുക്ക് ചെയ്യാം. നമുക്കത് വെയിറ്റ് ചെയ്യാം. പൈസ പോയാലെന്താ, പൈസ കൃത്യമായാലെന്താ, ഒരു പ്രശ്നമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ.
പക്ഷേ റിയലി വരുമ്പോഴത്തേക്ക് പൈസ പോകുന്നൊരു പ്രശ്നമല്ലേ. അപ്പോൾ റൂൾസ് ഫോളോ ചെയ്യാതിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ഒറിജിനലായിട്ട് തന്നെ ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കുക. പോട്ടെ എന്നുള്ള പൈസ, നിങ്ങളൊരു പഠിക്കാനുള്ളൊരു പൈസ എന്നുള്ള രീതി ഇട്ട ഒരു പൈസ കൊണ്ടാണല്ലോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിനകത്ത് എല്ലാം പറയുന്നത് അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡെമോ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടാതെ റിയൽ ട്രേഡ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ, ഡെമോ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം, പക്ഷെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഒരുപാട് പൈസ ഇവിടെ കൊണ്ടുവന്ന് കളയരുത്. 2, ഡെമോ ട്രേഡിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് റിയൽ പൈസ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ റിയൽ മണി അല്ലാത്തതുകൊണ്ട് റിയൽ എമോഷൻസ് അല്ല നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.